ഇ ഡി സമൻസ് വന്നപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? അന്ന് നേതാക്കൾ നടത്തിയ പ്രതികരണം എന്താണ്? പിണറായി വിജയനെതിരെ കേന്ദ്ര ഏജൻസി വരുന്നു ആണല്ലോ. അങ്ങനെ ഒരു പ്രതികരണം നേതാക്കളാകെ നടത്തുന്നു. നേതാക്കളാകെ പറഞ്ഞ പിണറായി വിജയന്റെ വീടുകളിലേക്ക്, കണ്ണൂരിലെ വീട്ടിലേക്കും പോകുന്നു, ഇവിടെ തലസ്ഥാനത്തെ വാടക വീട്ടിലേക്കും പോകുന്നു. നേതാക്കൾ അവിടെ വരുമ്പോഴേക്കും സ്വാഭാവികമായും അവിടെ അണികളിലേക്ക് എത്തും. സാധാരണക്കാരായ പാവപ്പെട്ട പ്രവർത്തകർ എന്ന് പറയണം. ആ പ്രവർത്തകരെ പ്രകോപനപരമായ നിലപാടെടുക്കുന്ന ഒരു രീതിയിലേക്ക് പ്രസംഗിച്ചുകൊണ്ട് അവരെ ഒരു വൈകാരികമായ ഒരു രീതിയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ട് അവരവിടെ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയാണ് ചെയ്തത്. ആ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച ശേഷം ഇപ്പോൾ ജയിലിൽ പോയിരിക്കുന്ന ഈ പാവപ്പെട്ട സഖാക്കൾക്ക് മേൽ ചുമത്തിരിക്കുന്ന വലിയ വലിയ കുറ്റങ്ങളാണല്ലോ, വലിയ വകുപ്പുകളാണല്ലോ അവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോഴതാ വേഗം പ്ലേറ്റ് മാറ്റി ഇപ്പോൾ പറയുകയാണ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന്. ഒരു കാര്യത്തിൽ സ്ഥിരതയുണ്ടോ? ഒരു നിലപാടിൽ സ്ഥിരതയുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇനി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പറയാം. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട പി എം ശ്രീ എങ്ങനെയാണ് ഒപ്പിട്ടത്? മുൻ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പി എം ശ്രീ ഒപ്പിടുക മാത്രമല്ല, പണം കിട്ടി എന്നുള്ള കാര്യം അന്ന് പറഞ്ഞിരുന്നു ഓർക്കണം. ഈ ക്യാബിനറ്റിനെ പോലും അറിയിക്കാതെ സെക്രട്ടറിയെ ഡൽഹിക്ക് അയച്ചുകൊണ്ട് അതീവ രഹസ്യമായി മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മാത്രം അറിയുന്ന ഒരു ഏർപ്പാടാക്കി ആ ഒപ്പിടൽ നടത്തി തിരിച്ചു വന്ന ആ മന്ത്രി ഇപ്പോൾ പറയുകയാണ് പി എം ശ്രീ നടപ്പാക്കരുത്. അപ്പോൾ എന്ത് മുഖം വെച്ചാണ് പറയുന്നതെന്നേ? പി എം ശ്രീ അന്ന് ഒപ്പിട്ടതിൽ പറഞ്ഞ ന്യായം ഇപ്പോൾ നിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് പറയാൻ ഇപ്പോൾ ഇവിടെ റൈറ്റ് ഉള്ളത് ആകെ സി പി ഐക്ക് മാത്രമാണ്. സി പി ഐയുടെ എതിർപ്പ് മാത്രമാണ് അന്ന് പ്രതിഫലിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ശിവൻകുട്ടി അത് പറയുക? അപ്പോൾ തോൽപ്പിച്ച നേതാക്കളുടെ എണ്ണം എടുക്കുമ്പോൾ 1, 2, 3 എന്ന് പറയുമ്പോൾ അവിടെ ഈ ശിവൻകുട്ടിയുമുണ്ട് എന്നുള്ളതാണ്.